ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു തിരുനാമം മാത്രം നിങ്ങൾ 108 പ്രാവശ്യം ചൊല്ലുകയോ എഴുതി കിടക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തവിട് പൊടിയാകുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഏതു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാണോ ഈ ഒരു തിരുനാമം എഴുതുന്നത്, അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിറവേറി കിട്ടുന്നതുമായിരിക്കും. കാരണം ഇന്ന് തേയ്പിറ ഷഷ്ടി ദിവസം. സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഷഷ്ടി എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ 2 ഷഷ്ടി വരുന്നുണ്ട്. ഒന്ന് വളർപ്പിറ ഷഷ്ടിയും ഒന്ന് തേയ്പിറ ഷഷ്ടിയും. പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 6ാമത്തെ ദിവസത്തെ തേയ്പിറ ഷഷ്ടി എന്നും അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 6ാം ദിവസത്തെ വളർപ്പിറ ഷഷ്ടി എന്നും പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ഷഷ്ടി ദിവസങ്ങളിൽ ഏതൊരു പ്രാർത്ഥനകൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാലും അത് ഉടനെ തന്നെ നമുക്ക് ഫലം തരുന്നതായിരിക്കും. ഇതിൽ പ്രധാനമായും അധികം പേരും ഷഷ്ടി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. അത് സാധാരണ വളർപ്പിറ ഷഷ്ടി ദിവസങ്ങളിലാണ് വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു വരുന്നത്. എങ്കിലും ഈ മാസത്തിൻ്റെ അവസാന ദിവസമായ, അതായത് മിഥുന മാസത്തിൻ്റെ അവസാന ദിവസമായ ഇന്നു വരുന്ന ഈ തേയ്പിറ ഷഷ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഉടൻ തന്നെ ഭഗവാൻ ആ പ്രാർത്ഥനകളെല്ലാം തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും. കാരണം ചോദിച്ചാൽ ചോദിച്ചതുപോലുള്ള വരം തരുവാൻ കാത്തു നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ മുരുക ഭഗവാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ആകുമ്പോൾ ഇന്ന് രാത്രി 9:32 വരെയും ഷഷ്ടി തിഥിയുണ്ട്. സൂര്യ അസ്തമയ സമയത്ത് ഏത് തിഥിയാണോ നിലവിലുള്ളത് ആ തിഥിയുടെ ആധിക്യം ആ ഒരു ദിവസം മുഴുവൻ ഉള്ളതിനാൽ തന്നെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരെയും, അതായത് രാത്രി 12 മണി വരെയും നമുക്ക് ഷഷ്ടി തിഥിയുടെ ആധിക്യം ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിനാൽ നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ പറയുന്ന തിരുനാമം ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും പെട്ടെന്ന് നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങളിൽ പലരും നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എങ്കിലും പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ഫലം ലഭിക്കണമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം പറയാതിരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ശൂരപത്മൻ്റെ സംഹാരം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ തന്നെ ബ്രഹ്മഹത്യ ദോഷം മാറ്റുവാനായിട്ട് 5 ശിവലിംഗങ്ങളെ അവിടെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് തൻ്റെ പിതാവിൻ്റെ 5 ശിവലിംഗങ്ങൾ നിർമ്മിക്കുകയും കടലിലെ നീരിൽ എല്ലാം തന്നെ യുദ്ധത്തിലെ രക്തക്കറകൾ പുരണ്ടിരിക്കുന്നതിനാൽ തന്നെ ശുദ്ധമായ നീരിൽ കുളിച്ചു വേണം തൻ്റെ പിതാവിനെ പൂജ ചെയ്യുവാൻ എന്നു കരുതി തൻ്റെ കൈകളിലുള്ള വേൽ കൊണ്ട് അവിടെ ഒരു കിണർ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴും തീർത്ഥ കിണർ അല്ലെങ്കിൽ നാഴിക്കിണർ എന്നെല്ലാം പറയുകയാണെങ്കിൽ കടലിന് തൊട്ടടുത്താണ് ഈ നാഴിക്കിണർ ഉള്ളത്. എങ്കിലും അവിടെ ഇപ്പോഴും ലഭിക്കുന്നത് ശുദ്ധമായ നീരാണ്. ആ നീരിൽ ഭഗവാൻ നീരാടിയതിനു ശേഷം തൻ്റെ പിതാവായ ശിവഭഗവാന് പൂജകൾ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ സമയത്ത് തൻ്റെ കൈകളിൽ ഒരു താമരപ്പൂ വെച്ച് തൻ്റെ പിതാവായ ശിവഭഗവാന് സമർപ്പിക്കുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് പിറകിൽ നിന്നും ഒരു വിളി കേൾക്കുന്നു, ഭഗവാനേ എന്നുള്ള വിളി. ആ വിളി കേട്ട ഉടൻ തന്നെ തൻ്റെ കൈകളിലുള്ള ആ ഒരു പൂ ഭഗവാനെ സമർപ്പിക്കാതെ തന്നെ വീണ്ടും ഏതൊരു പ്രശ്നങ്ങൾ കൊണ്ടാണോ ദേവാദിദേവന്മാർ തന്നെ വിളിക്കുന്നത് എന്ന് കരുതി പെട്ടെന്ന് നൊടിയിൽ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പോഴും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ചെന്ന ഭക്തജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂ ഉള്ളത്. കാരണം ഭഗവാൻ അവിടെ പൂജാമൂർത്തിയായാണ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. ദേവന്മാർക്ക് വേണ്ടിയാണ് ശൂരപത്മാസുരനെ വധം ചെയ്തത്. ആ ദേവന്മാർ വീണ്ടും ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് മുരുക ഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള പുഷ്പം ഭഗവാന് സമർപ്പിക്കുവാൻ പോലും നേരമില്ലാതെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിളിച്ചാൽ നൊടിയിൽ വിളി കേൾക്കും
സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകും. അങ്ങനെയുള്ള ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് മുരുക വഴിപാട് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ വളരെ നല്ല പ്രശസ്തനായ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരാൾ തൻ്റെ ജാതകം കയ്യിലെടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്, അതായത് ഈ ജാതകം കൊണ്ടുവന്ന ആൾക്ക് ഒരു വീട് പണിയണം എന്നുള്ള ആഗ്രഹം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരെ ഈ ജ്യോത്സ്യരുടെ അടുത്തേക്കാണ് വന്നത്. ജ്യോത്സ്യനാകട്ടെ വൈകുന്നേരങ്ങളിലാണ് ഈ വ്യക്തി വന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയതിനു ശേഷം പറഞ്ഞു, സൂര്യ അസ്തമയ സമയമാണ്, ഈ സമയത്തിൽ നമുക്ക് ജാതകം നോക്കാൻ സാധിക്കില്ല, നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയിട്ട് 10 ദിവസത്തിനു ശേഷം എന്നെ കാണാൻ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് 10 ദിവസത്തിന് ശേഷം വരാൻ പറയുന്നത്? എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ നാളെ രാവിലെ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ നാട്ടിലുണ്ടാകില്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് എന്നെ കാണാനായിട്ട് വരിക എന്ന് പറഞ്ഞ് തിരികെ അയക്കുന്നു. ഈ വ്യക്തി പോയ ശേഷം നമ്മുടെ ജ്യോത്സ്യരുടെ ഭാര്യ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എവിടെയും പോകുന്നില്ലല്ലോ, നമ്മൾ ജനിച്ചതും വളർന്നതും നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം ഈ നാട്ടിൽ തന്നെയല്ലേ, അപ്പോൾ എന്തിനാണ് താങ്കൾ കള്ളം പറഞ്ഞ് ആ വ്യക്തിയെ തിരികെ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ജ്യോത്സ്യർ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ അവരുടെ ജാതകം കയ്യിലെടുത്ത് നോക്കിയ ഉടൻ തന്നെ എനിക്ക് മനസ്സിലായി, ഇന്ന് രാത്രിയോടുകൂടി ഈ ജാതകം കൊണ്ടുവന്ന വ്യക്തിയുടെ ജീവിതം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു വീട് പണിയണം, ആ വീട്ടിൽ ഞാൻ കയറി താമസിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് മരിക്കുവാൻ പോകുന്ന ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വീട് പണിത് അതിൽ കയറി താമസിക്കുവാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ അവരെ തിരിച്ചയച്ചത് എന്ന് പറയുന്നുണ്ട്. ശരി, ഇതെല്ലാം കേട്ട് ഇവരെല്ലാവരും കിടന്നുറങ്ങുവാൻ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഈ ജ്യോത്സ്യരുടെ ഭാര്യ കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ വന്ന ആ ജാതകം എടുത്തു വന്ന അതേ വ്യക്തി തൻ്റെ വീട് നോക്കി നേരെ വരുന്നത് കണ്ട് അമ്പരക്കുകയും പെട്ടെന്ന് അവിടെ നിന്ന് അകത്തേക്ക് കയറി തൻ്റെ ഭർത്താവിനോട് കാര്യം പറയുകയും ചെയ്തു. കാരണം ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാണ്. ഏതു കാര്യങ്ങളാണെങ്കിലും ആ ജ്യോത്സ്യൻ പറയുന്നത് പ്രകാരമാണ് ആ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത്രയും പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ കൂടി ആയതിനാൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റിപ്പോവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ആ ജ്യോത്സ്യരുടെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. അവർ നേരെ തൻ്റെ ഭർത്താവിനോട് പോയിട്ട് വിവരങ്ങൾ പറയുകയാണ്. അദ്ദേഹം താൻ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി, അത് ചിന്തയോടുകൂടി വീടിന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ വ്യക്തി തൻ്റെ കയ്യിൽ ജാതകം പിടിച്ച് വീണ്ടും അവിടെ നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, താങ്കളോട് ഞാൻ 10 ദിവസത്തിന് ശേഷമല്ലേ വരാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഒരു പക്ഷേ താങ്കൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം, ആ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ജ്യോത്സ്യർ ആ വ്യക്തിയെ വിളിച്ച് അകത്തേക്ക് ഇരുത്തി, ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമാക്കൂ, നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നടന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാറ്റും മഴയും വന്നു. അപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു ദീപം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മിന്നലിൻ്റെ, അതായത് നമ്മുടെ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അത് ഒരു ക്ഷേത്രമാണ് എന്ന് എനിക്ക് കാണുവാൻ സാധിച്ചു. അത് ഒരു മുരുക ക്ഷേത്രമാണ് എന്നുള്ള കാര്യം എനിക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് വിചാരിച്ചു, ഈ ക്ഷേത്രം ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ഇതിനെ നോക്കി നടത്തുവാനായിട്ട് ഇവിടെ ആരുമില്ലേ? ഒരു പക്ഷേ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മുഴുവനായിട്ടും വൃത്തിയാക്കി ഇത് നല്ല രീതിയിൽ മണ്ഡപമെല്ലാം പണിത് ഇതിൽ കുംഭാഭിഷേകം ചെയ്ത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ വ്യക്തി തൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ ക്ഷേത്രം പുതുക്കിപ്പണിത് കുംഭാഭിഷേകം നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിൽ മാത്രമാണ് ചിന്തിച്ചത്. മനസ്സിൽ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിച്ച ആ വ്യക്തിയുടെ മരണം തന്നെ തട്ടിമാറിപ്പോയി എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു കാര്യം മനസ്സിലായി? മരണം പോലും മാറി നിൽക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് മുരുക എന്നുള്ള നാമത്തിന് മുന്നിൽ. അപ്പോൾ എത്രമാത്രം മഹത്വമാണ് ആ മുരുക എന്നുള്ള നാമത്തിന് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മുരുകൻ എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മുരുക എന്നുള്ള ആ ഒരു
മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തിരുനാമത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല. അതും കൂടി ഞാനിവിടെ പറയാം. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, മുരുക ഭഗവാനെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ ഞാൻ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് തുടർച്ചയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുരുക എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മു എന്നാൽ മുകുന്ദൻ എന്നുള്ള തിരുനാമമുള്ള സാക്ഷാൽ ശ്രീ ഹരിയുടെ തിരുനാമമാണ് മു എന്നുള്ള മുകുന്ദനിൽ ഉൾപ്പെടുന്നത്. മുകുന്ദൻ്റെ മരുമകനാണ് ആര്? സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അതുപോലെ തന്നെ രു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രുദ്രൻ. രുദ്രൻ എന്നുള്ളത് കൊണ്ട് ശിവഭഗവാനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ക എന്നുള്ളത് ബ്രഹ്മദേവനെയും കുറിക്കുന്ന ഒന്നാണ്. മു എന്നുള്ളത് ശ്രീഹരിയെയും, രു എന്നുള്ളത് ശിവഭഗവാനെയും, ക എന്നുള്ളത് ബ്രഹ്മദേവനെയും കുറിക്കുന്ന ഒന്നാണ്. മു എന്നുള്ള മുകുന്ദനിൽ മഹാലക്ഷ്മി ദേവിയും ശ്രീഹരിയും ഉൾപ്പെടുന്നുണ്ട്. രു എന്നുള്ള രുദ്രനിൽ പാർവതി ദേവിയും ശിവഭഗവാനും ഉൾപ്പെടുന്നുണ്ട്. പെരുമാൾ സ്വാമി തൻ്റെ ഹൃദയത്തിലാണ് മഹാലക്ഷ്മി ദേവിക്ക് സ്ഥാനം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവഭഗവാനാകട്ടെ തൻ്റെ പകുതിയാണ് പാർവതി ദേവിക്കായിട്ട് പകുത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ക എന്നുള്ള ബ്രഹ്മദേവനാകട്ടെ തൻ്റെ നാവിലാണ് സരസ്വതി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുരുക എന്നുള്ള തിരുനാമം ഉച്ചരിച്ചാൽ ഈ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എത്ര വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഏത് പേര് വിളിച്ചാൽ? മുരുക എന്നുള്ള പേര് വിളിച്ചാൽ. നിങ്ങൾക്ക് എപ്പോഴെല്ലാം മനസ്സിൽ കഷ്ടങ്ങൾ തോന്നുന്നുവോ, എപ്പോഴെല്ലാം മനസ്സിൽ താങ്ങാനാകാത്ത ഭാരമുണ്ട് എന്ന് തോന്നുന്നുവോ, തനിക്ക് ആരുമില്ല എന്ന് ഏത് നിമിഷം നിങ്ങൾക്ക് തോന്നുന്നുവോ, ആ നിമിഷം ഏതൊരു സന്ദർഭങ്ങളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പീരിയഡ്സ്, പുലവാലായ്മ, ഇതിനെയെല്ലാം നിങ്ങൾ മാറ്റി നിർത്തുക. നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് കുടികൊള്ളുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അവരെ വിളിക്കുവാൻ നമുക്ക് ഇതൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മുരുക എന്നുള്ള നാമം നിങ്ങളെ കൊണ്ട് എപ്പോഴെല്ലാം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ചൊല്ലുക. ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മുരുക 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 എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ 1000 പ്രാവശ്യം നിങ്ങൾ മുരുകനെ വിളിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, മുരുക എന്നുള്ള നാമം നിങ്ങളെ കൊണ്ട് നിത്യവും എഴുതുവാൻ സാധിക്കുമെങ്കിൽ എഴുതുക. അല്ലെങ്കിൽ ഷഷ്ടി ദിവസത്തിലെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ 108 പ്രാവശ്യം മുരുക എന്നുള്ള തിരുനാമം എഴുതി വയ്ക്കുക. നോട്ട് പുസ്തകത്തിൽ, വരയിടാത്തൊരു നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കറുപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന ഒഴിച്ച് ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ കാര്യം നിറവേറി കിട്ടും, എൻ്റെ ഭഗവാനെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുരുക 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 എന്നുള്ള തിരുനാമം 108 പ്രാവശ്യം നിങ്ങൾ എഴുതേണ്ടതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു തിരുനാമം എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട. കാരണം നമുക്ക് ആവശ്യമായത് എല്ലാം തന്നെ എന്താണ് എന്നുള്ളത് സുബ്രഹ്മണ്യ സ്വാമിക്ക് അറിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആ തിരുമുന്നിൽ കണ്ണുകൾ അടച്ച് നമ്മൾ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് തന്നെ മുരുക ഭഗവാനെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടുവാനായിട്ട് എഴുതാം. ഇനി അഥവാ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപൂർണ്ണ അനുഗ്രഹം ജീവിതത്തിൽ ആവശ്യമാണ്, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം, ഭഗവാന്റെ അനുഗ്രഹം വേണം, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കണം, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും, ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ആഗ്രഹവും മനസ്സിൽ കരുതാതെയാണെങ്കിലും മുരുക എന്നുള്ള തിരുനാമം എഴുതാവുന്നതാണ്. ഞാൻ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും ഭഗവാനോട് പോയി പറയണമെന്ന് ആവശ്യമില്ല. ഭഗവാൻ എല്ലാ കാര്യവും അറിയും. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നിരുന്നു. അപ്പോൾ ഈ കുംഭാഭിഷേകം എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ സ്ഫടികലിംഗം നമുക്ക് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ വളരെ തിരക്കിലുള്ള ഒരു സമയമായിരുന്നു. ഈ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ പോലും ഇട്ടിട്ടില്ല, നിങ്ങൾക്കറിയും. ആ സ്ഫടികലിംഗേശ്വരരുടെ ചിത്രം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ശിവഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ തിരുവണ്ണാമലയിൽ നിന്നും ഒരുപാട് യോഗികളും മഹാന്മാരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ധന്മാർ വന്നിട്ടുണ്ട്. അറിയാമല്ലോ, തിരുവണ്ണാമല ക്ഷേത്ര ദർശനം നടത്തിയ പകുതി പേർക്കും അറിയാം തിരുവണ്ണാമലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന്. ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വളരെയധികം തിരക്കിൽ നമ്മൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അവരുടെ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുംഭാഭിഷേകം കഴിഞ്ഞു, തീർത്ഥ
തീർത്ഥമെല്ലാം എല്ലാവർക്കും തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തീർത്ഥം നമ്മുടെ മുകളിൽ പെടുവാനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും തിരക്കിന് നടുവിലൂടെ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സിദ്ധൻ, അദ്ദേഹമാണ് ഭഗവാന് അഭിഷേകം ചെയ്തത്, അവർ വരുന്നുണ്ട്. അവർ വന്ന് അഭിഷേകം കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് എന്നെ നോക്കി ചിരിച്ചു. സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ പറയുന്ന സമയത്ത് എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത്. ചിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, എനിക്ക് വാക്കുകൾ ഇടറുന്നു, എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തേങ്ങ ഉണ്ടായിരുന്നു. കുംഭത്തിൽ, നമുക്ക് പൂർണ്ണ കുംഭത്തിൽ, ഭഗവാന് സമർപ്പിച്ച പൂർണ്ണ കുംഭത്തിൽ പ്രതിഷ്ഠ ചെയ്ത ആ ഒരു തേങ്ങ, അത് അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അനുഗ്രഹം തന്നിട്ട് പറഞ്ഞു, നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. കാരണം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആ ക്ഷേത്രത്തിൽ അവിടെ വരിയിൽ നിന്നുകൊണ്ടിരുന്നത്. ഞാൻ തിരക്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ മുരുക ഭഗവാന്റെ മുന്നിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. മുരുക ഭഗവാനെ കടന്ന് ദേവിയെ തൊഴുതു വേണം ശിവഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. ശിവഭഗവാന്റെ അഭിഷേകം കഴിഞ്ഞ് പോകുന്ന ആ സിദ്ധന് അത് വഴി പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം പോയി എന്നെ കണ്ടു ചിരിച്ചു, എൻ്റെ കയ്യിൽ തേങ്ങ തന്ന് അനുഗ്രഹം തന്നിട്ട് പറഞ്ഞു നന്നായി വരട്ടെ എന്നുള്ളത്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ നിൽക്കുന്നത് സാക്ഷാൽ എൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിലാണ്. ഞാൻ ആ ദിവസത്തിൽ ഒരിക്കലും ഭഗവാന്റെ തിരുമുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ഭഗവാനെ എനിക്ക് ഈ കുംഭാഭിഷേകം ഒന്ന് കാണുവാനുള്ള ഭാഗ്യമുണ്ടായാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഭഗവാന് എൻ്റെ മനസ്സറിഞ്ഞു. ഞാൻ ആ സിദ്ധന്മാരെ എൻ്റെ അടുത്ത് വെച്ച് കാണാൻ സാധിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം അവരെല്ലാം മഹാന്മാരാണ്. അവരെല്ലാം ശിവഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ ശിവഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. ശിവഭഗവാനെക്കുറിച്ചുള്ള എല്ലാ കഥകളും അവർക്കറിയാം. ശിവഭഗവാനെ തൊട്ട് പൂജകളും വഴിപാടുകളും ചെയ്യുവാൻ സാധിക്കുന്നവരാണ് അവരെല്ലാവരും. അങ്ങനെയുള്ള ഒരു മഹാനായ യോഗിയുടെ കയ്യിൽ നിന്നും എനിക്ക് അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെനിക്ക് തന്നത് വേറെ ആരുമല്ല. ഞാൻ ആരുടെ മുന്നിലാണോ നിൽക്കുന്നത്, സാക്ഷാൽ എൻ്റെ മുരുക ഭഗവാന്റെ മുന്നിൽ, എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കതിന് സാധിച്ചത് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കൂടി എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. എൻ്റെ മുരുക ഭഗവാന്റെ അനുഗ്രഹം, ശിവഭഗവാന്റെ അനുഗ്രഹം, എൻ്റെ പെരുമാളിൻ്റെ അനുഗ്രഹം എല്ലാം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അത് നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ഒരാളെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഈ ദിവസത്തിൽ നിങ്ങൾക്ക് വേൽമാറൽ ചൊല്ലാം, സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യാം, തിരുപ്പുകൾ പാരായണം ചെയ്യാം. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഭഗവാന്റെ മുകളിൽ ഭാരമിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ഫലം താനേ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മുരുക എന്നുള്ള ആ ഒരു തിരുനാമം എഴുതുക എന്നുള്ളത്. ഓം മുരുക എന്നും നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ വെറും മുരുക 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 എന്നുള്ള മന്ത്രവും നിങ്ങൾക്ക് എഴുതാം. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ മക്കളാണ് നമ്മളെല്ലാവരും. മക്കൾക്ക് എന്തു വേണമെന്ന് ഭഗവാൻ അറിയാതെ വേറെ ആർക്കറിയുവാനാണ്? 2 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന് മക്കളുള്ളതായിട്ട് എവിടെയും ഇതുവരെയും രേഖപ്പെടുത്തിയതായിട്ട് അറിവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മക്കളാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. തൻ്റെ മക്കൾക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം ഭഗവാൻ അറിയാതെ വേറെ ആർക്കറിയുവാനാണ്? നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരും. എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും മുരുക ഭഗവാന്റെ കൈ മുറുകെ പിടിക്കുന്ന ഏതൊരു വ്യക്തിയെയും മുരുക ഭഗവാൻ വെറുതെ വിടില്ല. ആ കയ്യിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൈ വിടില്ല എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ കൈ നമ്മളെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുകയല്ലാതെ ആ കൈ ഒരിക്കലും അയഞ്ഞു പോവില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യൂ. എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോകളെല്ലാം നമുക്ക് കുറച്ച് ലെങ്തായിട്ട് പോകും. അതും സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചുള്ള പറയുന്ന വീഡിയോകൾ മാത്രം ലെങ്തായിട്ട് പോകുന്നുണ്ട്. ക്ഷമിക്കുക. പറഞ്ഞു തുടങ്ങിയാൽ നിർത്തുവാൻ പ്രയാസമാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മുരുക എന്നുള്ള തിരുനാമം എഴുതുക എന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷേ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കയറി വന്നു. വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.